അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയെന്ന് അന്വേഷണ സംഘം ചേർന്ന യോഗത്തിലാണ് വിലയിരുത്തൽ. സംഭവം നവീൻ 7 വർഷം മുൻപ് ആസൂത്രണം ചെയ്തെന്നും അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്ന വിശ്വാസത്തിലാണ് ഉയർന്ന പ്രദേശം തെരഞ്ഞെടുത്തത്. പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നും ഇവർ വിശ്വസിച്ചിരുന്നെന്നും പോലീസ്. പർവ്വതാരോഹണത്തിന് നവീൻ തയ്യാറെടുത്തതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. ഒരു നാൾ പ്രളയം വരും, ലോകം നശിക്കും. അന്ന് ഉയരമേറിയ പ്രദേശത്ത് ജീവിച്ചാൽ മാത്രമേ ജീവൻ സംരക്ഷിക്കാൻ കഴിയൂ എന്നായിരുന്നു നവീൻ്റെ വിശ്വാസം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഈ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ പുനർജനിക്കണമെന്നുമായിരുന്നു നവീൻ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. 1.5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ അരുണാചലിലെ ഈസ്റ്റ് കാമെങ് ജില്ലയിൽ നവീനും ഭാര്യയും പോയിരുന്നു. ഇവിടെ ബുദ്ധവിഹാരങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. തൻ്റെ ചിന്തകൾ അടുത്ത ചില സുഹൃത്തുക്കളോടും നവീൻ പങ്കുവച്ചിരുന്നു. പക്ഷേ നവീൻ്റെ ചിന്തയിൽ വിശ്വസിച്ചത് ഭാര്യ ദേവിയായിരുന്നു. ദേവി വഴിയാണ് ആര്യയിലേക്ക് ഈ ചിന്ത വന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം. തൻ്റെ വിശ്വാസത്തോടൊപ്പം നിന്ന ഭാര്യയെയും സുഹൃത്തിനെയും നവീൻ മാനസിക അടിമയാക്കി. നവീന് ഈ ആശയങ്ങൾ ആരു പറഞ്ഞുകൊടുത്തു? ഇമെയിൽ സന്ദേശത്തിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലുമാണോ എന്നതാണ് പോലീസ് ഇനി പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നവീൻ, ദേവി, ആര്യ എന്നിവരുടെ വീടുകളിൽ വിശദമായ പരിശോധനയാണ് പോലീസ് നടത്തിയത്. ബന്ധുക്കളിൽ നിന്നും മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. DCP നിതിൻ രാജിൻ്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണ സംഘത്തിൻ്റെ യോഗം ഇക്കാര്യങ്ങൾ പരിശോധിച്ചു. മരിച്ച 3 പേരുടെ 4 വർഷത്തെ ജീവിതചര്യകൾ പരിശോധിക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനം. ഇക്കാര്യത്തിൽ മനോരോഗ വിദഗ്ധരുടെ സഹായവും അന്വേഷണ സംഘം തേടും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.